ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മീരാസ് നോവല്ല. ആദി കീർത്തനം ഭാഗം 26. ഡാ! അലർച്ച കേട്ടിടത്തേക്ക് വിശാൽ ഉൾപ്പെടെ എല്ലാവരും തിരിഞ്ഞു നോക്കി. അടിമുടി കോപത്താൽ വിറച്ചു നിൽക്കുന്ന അബിയെ കണ്ട് പൊന്നുവിന് പോലും ഭയം തോന്നി. പാഞ്ഞു ചെന്ന് വിശാലിന്റെ നെഞ്ചത്ത് തന്നെ അബി ആഞ്ഞു ചവിട്ടി. തിരിച്ചിടിക്കാൻ ഒരവസരം പോലും നൽകാതെ അബി അവനെ അടിച്ചുകൊണ്ടേയിരുന്നു. തളർന്നു നിലത്തു വീണിട്ടും അവനെ ചവിട്ടി അബി കലി തീർത്തുകൊണ്ടേയിരുന്നു. ഒരുപാട് പേർ പിടിച്ചു മാറ്റുവാൻ ശ്രമിച്ചെങ്കിലും അവന്റെ ശക്തിക്ക് മുന്നിൽ പരാജയപ്പെട്ടു. ഇനിയും അടി കിട്ടിയാൽ വിശാൽ ചത്തുപോകും എന്ന് തോന്നിയപ്പോൾ പൊന്നു ഓടിച്ചെന്ന് അബിയുടെ കയ്യിൽ പിടിച്ചു. അവളുടെ കൈ തട്ടിമാറ്റി വീണ്ടും അടിക്കാൻ ചെന്ന അബിയെ പൊന്നു പിന്നിൽ നിന്നും ഇറുക്കെ കെട്ടിപ്പിടിച്ചു പറഞ്ഞു, മതി മതി അബി, ഇനിയും തലിയാൽ ചത്തുപോകും അവൻ, പ്ലീസ് ഇനി ഒന്നും ചെയ്യല്ലേ. പൊന്നു അവനോട് കരഞ്ഞപേക്ഷിച്ചു. അവളുടെ കണ്ണുനീർ അവന്റെ പുറത്ത് തട്ടിയതും അബി തന്റെ ദേഷ്യം കണ്ണടച്ച് അടക്കി നിർത്താൻ ശ്രമിച്ചു. ശേഷം പൊന്നുവിനെ വലിച്ച് മുന്നിലേക്ക് നിർത്തി അബി ഒരു കൈകൊണ്ട് തന്റെ നെഞ്ചിലേക്ക് ചേർത്ത് നിർത്തി. എന്തുകൊണ്ടോ പൊന്നുവിന് അവനെ എതിർക്കാൻ സാധിച്ചില്ല. അവന്റെ ഉയർന്നു കേൾക്കുന്ന നെഞ്ചിടിപ്പിൽ നിന്നും തന്നെ അവൻ കണ്ട കാഴ്ച അത്രമാത്രം അവനെ ദേഷ്യപ്പെടുത്തി എന്നവൾക്ക് മനസ്സിലായിരുന്നു. ഒപ്പം അബി വന്നില്ലായിരുന്നെങ്കിൽ ഉണ്ടാവുമായിരുന്ന കാര്യം ആലോചിച്ചതും അവളിലൂടെ ഒരു വിറയൽ കടന്നുപോയി. അത് അബി മനസ്സിലാക്കുകയും ചെയ്തു. അവന്റെ കരവലയത്തിൽ നിൽക്കുമ്പോൾ ഇതുവരെയും അനുഭവിക്കാത്ത ഒരു സുരക്ഷിതത്വം അവനിൽ നിന്ന് തനിക്ക് ലഭിക്കുന്നതായി അവൾക്ക് തോന്നി. എല്ലാവരും കേൾക്കാൻ വേണ്ടി പറയാ, ഈ നിൽക്കുന്ന കാർത്തിക എന്റെ പെണ്ണാ, എന്റെ പ്രണയം, എന്റെ എല്ലാമാണ് അവൾ. അവൾക്ക് നേരെ ഒരു ദുഷിച്ച നോട്ടമോ വാക്കോ ആരെങ്കിലും കൊടുത്താൽ അവന്റെയൊക്കെ അവസ്ഥ ദേ ഈ കിടക്കുന്നവനെ പോലെ ആയിരിക്കും, ചിലപ്പോൾ ഇതിലും മോശവും. പിന്നെയും അബി എന്തൊക്കെയോ പറയുന്നുണ്ടായിരുന്നു. എന്നാൽ പൊന്നുവിന്റെ മനസ്സ് അവൻ പറഞ്ഞ 2 വാക്കുകളിൽ കുടുങ്ങിക്കിടന്നു, എന്റെ പെണ്ണ്. അവൾക്ക് മനസ്സ് നിറയുന്ന പോലെ തോന്നി. ജീവിതത്തിൽ കിച്ചു അല്ലാതെ തന്നെ ചേർത്തു പിടിക്കാൻ അച്ഛന്റെ മരണശേഷം ആരും ഉണ്ടായിട്ടില്ല. കിച്ചുവിന് ധൈര്യം കൊടുത്ത് പിടിച്ചു നിൽക്കുമ്പോൾ തന്റെ ദുഃഖങ്ങൾ ഇറക്കി വെക്കാൻ ആരെയും കിട്ടിയിട്ടില്ല. എന്നാൽ ഇന്ന് താൻ തളർന്നു നിന്ന സമയം തന്നെ സ്വന്തം എന്ന് പറഞ്ഞ് അബി പൊതിഞ്ഞു പിടിച്ചിരിക്കുന്നു. അവൾക്കുള്ളിൽ സന്തോഷം നിറഞ്ഞു. എന്നാൽ അടുത്ത നിമിഷം അബി തന്നെ പ്രണയിക്കുന്നു എന്ന ഓർമ്മ വന്നതും അവളിൽ വല്ലാത്തൊരു ഞെട്ടലുണ്ടായി. ഒരു നിമിഷം തരിച്ചു നിന്ന പൊന്നു പെട്ടെന്ന് തന്നെ സ്വബോധം വീണ്ടെടുത്ത് അബിയുടെ കയ്യിൽ നിന്നും കുതറി മാറി. നിറഞ്ഞ കണ്ണുകളാൽ തന്നെ നോക്കി നിൽക്കുന്ന പൊന്നുവിനെ കണ്ടപ്പോഴാണ് താൻ എന്താണ് പറഞ്ഞതെന്ന ബോധം അബിക്കുണ്ടായത്. കണ്ട നാൾ മുതൽ തന്റെ മനസ്സിൽ സ്ഥാനം പിടിച്ചവളാണ്. അവളെപ്പറ്റി കൂടുതൽ അറിഞ്ഞപ്പോൾ ഒരിക്കലും ഒറ്റയ്ക്കാക്കില്ല എന്ന് മനസ്സിൽ ഉറപ്പിച്ചു. തന്റെ മനസ്സിലെ പ്രണയം തുറന്നു പറയുവാനായി പറ്റിയൊരു അവസരം നോക്കിയിരിക്കുകയായിരുന്നു. എന്നാൽ ഇന്ന് ആരൊക്കെ അവളെ വാക്കുകൾ കൊണ്ട് കുത്തി നോക്കുന്നത് കണ്ടപ്പോൾ പിടിച്ചു നിൽക്കാൻ ഒട്ടുമായില്ല. എല്ലാവരുടെയും മുന്നിൽ വെച്ച് തുറന്നു പറഞ്ഞു, എന്റെ പെണ്ണാണെന്ന്. അതും അവളുടെ മനസ്സിൽ എന്താണെന്ന് പോലും അറിയാതെ. അവളുടെ മനസ്സിൽ തന്നോട് അങ്ങനെ ഒരു ഇഷ്ടമില്ലെങ്കിൽ, അതല്ല വേറെ ആരോടെങ്കിലും അവൾക്ക് പ്രണയമുണ്ടെങ്കിൽ താൻ ഈ പറഞ്ഞ വാക്കുകൾ അവളെ വല്ലാതെ നോവിക്കും. ഒരു പക്ഷേ തന്നെ വെറുക്കുവാൻ പോലും അത് കാരണമായി മാറും. ഓർക്കും തോറും തലയ്ക്ക് ഭ്രാന്ത് പിടിക്കുന്ന പോലെ അബിക്ക് തോന്നി. പൊന്നുവിന്റെ മുഖം കാണും തോറും അബിക്ക് ടെൻഷൻ കൂടി. പൊന്നു പൊട്ടിക്കരഞ്ഞുകൊണ്ട് അവിടെ നിന്നും തിരിഞ്ഞോടി. പൊന്നു നിൽക്ക്, ഞാനൊന്ന് പറയട്ടെ. അബിയുടെ വാക്കുകൾ കേട്ടിട്ടും അവൾ നിന്നില്ല. അബി അവൾക്ക് പിന്നാലെ ചെന്നു. ആളൊഴിഞ്ഞ ക്ലാസ്സിൽ ഓടിക്കറിയ പൊന്നു വാതിൽ വലിച്ചടയ്ക്കും മുന്നേ അബി കൈവച്ച് തടഞ്ഞു. അത് കണ്ടതും അവളുടെ മുഖത്തേക്ക് ദേഷ്യം ഇരച്ചു കയറി. അവനെ തള്ളി മാറ്റാൻ ശ്രമിച്ചെങ്കിലും അബി അനായാസം ആ റൂമിലേക്ക് കയറി വാതിൽ കുറ്റിയിട്ടു. എന്നാൽ അടുത്ത നിമിഷം നിലത്തേക്ക് ഊർന്നിരുന്ന് പൊട്ടിക്കരഞ്ഞ പൊന്നുവിന്റെ മുന്നിൽ മുട്ടുകുത്തി നിന്നു അബി. അവളുടെ കൈകൾ മുഖത്തു നിന്നും ബലമായി തന്നെ പിടിച്ചു മാറ്റി. പൊന്നു പ്ലീസ്, ഇങ്ങനെ കരയല്ലേ, കണ്ടിട്ട് എന്റെ ചങ്ക് പൊട്ടുന്നടി. ഞാൻ സോറി, നിന്റെ മനസ്സറിയാതെ എല്ലാവരുടെയും മുന്നിൽ വെച്ച് അബിക്ക് എന്ത് പറഞ്ഞ് അവളെ സമാധാനിപ്പിക്കും എന്ന് നിശ്ചയമില്ലായിരുന്നു.
എന്തിനാണ് അബി എല്ലാവരുടെയും മുന്നിൽ വെച്ച് അങ്ങനെ പറഞ്ഞേ? ആരൊക്കെ എന്തൊക്കെ പറഞ്ഞെന്ന് കരുതി ഇങ്ങനെയാണോ മറുപടി നൽകേണ്ടത്? എന്റെ മാനം കാക്കുവാൻ വേണ്ടി എന്തിനാണ് നീ എന്നെ നിന്റെ പെണ്ണാണ് എന്നെല്ലാവരോടും പറഞ്ഞത്? ഞാനാണ് നിന്റെ പ്രണയം എന്ന് പറഞ്ഞത്. ശരിയാണ്, വെറുതെ ആണെങ്കിലും നീ പറഞ്ഞ വാക്കുകൾ അവരുടെയൊക്കെ വായടപ്പിച്ചു. എന്നാൽ നിന്റെ വീട്ടിൽ ഈ കാര്യങ്ങളൊക്കെ അറിയുമ്പോൾ എന്താവും ഉണ്ടാകുക എന്നറിയോ? നിന്റെ അച്ഛനും അമ്മയും അടക്കം നമ്മളെ തെറ്റിദ്ധരിച്ചാലോ? അവരുടെ ഔദാര്യം പറ്റി അവരെ ചതിച്ചെന്ന് കരുതില്ലേ? അല്ല പൊന്നു, അങ്ങനെയല്ല. ഞാൻ അതൊന്നും വെറുതെ പറഞ്ഞതല്ല. നീ എന്റെ എല്ലാമാണ് പൊന്നു. ഒരുപാട് ഇഷ്ടമാണ് എനിക്ക് നിന്നെ. അത് നിന്നോടുള്ള സഹതാപമോ കരുണയോ ഒന്നുമല്ല. നിന്നെപ്പറ്റി എല്ലാം അറിയുന്നതിന് മുന്നേ തന്നെ നീ എന്റെ മനസ്സിൽ കയറിയിരുന്നു. ഐ ലവ് യു പൊന്നു. അവന്റെ വാക്കുകൾ കേട്ട് ഒരു നിമിഷം പൊന്നു കണ്ണുകൾ ഇറുക്കി അടച്ചു. ഇല്ല അബി, എനിക്ക് നിന്നെ സ്നേഹിക്കാൻ പറ്റില്ല. അവനെ നോക്കാതെ തന്നെ അവൾ പറഞ്ഞു. അവളുടെ മറുപടി അവനെ നിരാശയുണ്ടാക്കി. നിനക്ക് വേറെ ആരെങ്കിലും ഇഷ്ടമാണോ? അവന്റെ ചോദ്യത്തിന് മറുപടി പറയാതെ എണീറ്റ് പോവാൻ നിന്ന പൊന്നുവിനെ അവൻ പിടിച്ചു നിർത്തി. ഞാൻ ചോദിച്ചതിന് മറുപടി വേണ്ട, നീ പോയാൽ മതി. പറ, നിന്റെ മനസ്സിൽ വേറെ ആരെങ്കിലും ഉണ്ടോ? നീ ആരെയെങ്കിലും പ്രണയിക്കുന്നുണ്ടോ? അതുകൊണ്ടാണോ എന്റെ പ്രണയത്തെ നീ സ്വീകരിക്കാൻ തയ്യാറാവാത്തത്? അങ്ങനെയാണെങ്കിൽ നിന്നെ ഞാൻ നിർബന്ധിക്കില്ല. എന്റെ വീട്ടുകാർ ഒരിക്കലും നീ ചിന്തിച്ച പോലെ ചിന്തിക്കില്ല. അത്രയ്ക്കിണങ്ങിയ മനസ്സല്ല അവരുടെ. അവർക്ക് നീയും നിന്റെ ചേച്ചിയും സ്വന്തം മക്കളെ പോലെ തന്നെയാണ്. ഞങ്ങളെക്കാൾ കൂടുതൽ സ്നേഹം അവർക്ക് നിങ്ങളോടുണ്ട്. അതുകൊണ്ട് ആ കാരണം പറഞ്ഞ് നീ എന്റെ പ്രണയത്തെ തടയരുത്. സത്യം പറ, എന്താ നിന്റെ മനസ്സിൽ? അറിയണോ നിനക്ക്? എന്നാ കേട്ടോ, നിന്നെ എന്നല്ല ആരെയും ഞാൻ പ്രണയിക്കില്ല. ആരെയും വിവാഹം ചെയ്യുകയുമില്ല. എന്റെ ചേച്ചി, അവൾക്കില്ലാത്തൊരു ജീവിതം എനിക്കും ഉണ്ടാവില്ല. അവളുടെ ആഗ്രഹം പോലെ എനിക്ക് പഠിച്ച് ഒരു ജോലി നേടണം. അത് മാത്രമാണ് എന്റെ ലക്ഷ്യം. വേറെ ഒന്നും എന്റെ മനസ്സിൽ ഒരിക്കലും ഉണ്ടാവില്ല. ദയവ് ചെയ്ത് ഇനി നീ ഇങ്ങനെയൊന്നും പറയരുത്. പൊന്നുവിന്റെ മനസ്സിൽ വേറെ ആരും ഇല്ല എന്നറിഞ്ഞപ്പോൾ തന്നെ അബിക്ക് ശ്വാസം തിരിച്ചു കിട്ടിയ പോലെ തോന്നി. ശരി, ഞാൻ ഇനിയൊന്നും പറയുന്നില്ല. പക്ഷേ ഒരൊറ്റ ചോദ്യം, അതിനും കൂടി നീ മറുപടി തരണം. എന്താ? നിന്റെ ചേച്ചി, അല്ല എന്റെ കിച്ചു ചേച്ചിക്ക് അവൾ ഇഷ്ടപ്പെടുന്ന, അവളെ ജീവനോളം സ്നേഹിക്കുന്ന ഒരാൾ നല്ല പാതിയായി വന്നാൽ, ഞാൻ ഉദ്ദേശിച്ചത് എന്റെ ചേട്ടന് തന്നെയാണ്. അങ്ങനെ വന്നാൽ നിനക്ക് എന്നെ, എന്റെ പ്രണയത്തെ സ്വീകരിക്കാൻ സമ്മതാണോ? സമ്മതം. പക്ഷേ അങ്ങനെയൊന്നും നടക്കില്ല ബി. നീ സ്വപ്നം കാണണ്ട. ചേച്ചി എനിക്ക് അറിയുന്ന പോലെ ആർക്കും അറിയില്ല. നിന്റെ ചേട്ടന്റെ പ്രണയമാണ് ഇപ്പോൾ അവളെന്ന് എനിക്കറിയാം. ഞാനും ആഗ്രഹിച്ചു അവൾ പ്രണയിച്ച ആൾക്കൊപ്പം അവൾ സന്തോഷത്തോടെ ജീവിക്കുന്നത് കാണാൻ. എന്നാൽ വെറുതെ ഞാൻ ഒരു വിവാഹത്തെപ്പറ്റി അവളോട് സൂചിപ്പിച്ചതും അവൾ അതിനെ ശക്തമായി എതിർത്തു. അതോടെ എനിക്ക് ഉറപ്പായി ഇനി അവൾക്ക് ഒരു വിവാഹ ജീവിതം ഉണ്ടാവില്ല എന്ന്. പൊന്നു പറഞ്ഞതും അബി ചിരിച്ചുകൊണ്ട് അവൾ അടുത്തേക്ക് ചെന്നു. ഞാനല്ല, നീയാണ് ഇനി സ്വപ്നം കാണേണ്ടത് പെണ്ണെ. അബി പറഞ്ഞത് എന്താണെന്ന് മനസ്സിലാവാതെ പൊന്നു മിഴിച്ചു നിന്നു. മനസ്സിലായില്ല അല്ലേ? അതായത് എനിക്കറിയാവുന്ന എന്റെ ചേട്ടന്റെ മനസ്സിൽ നിറയെ നിന്റെ ചേച്ചിയോടുള്ള പ്രണയമാണ്. നിന്റെ ചേച്ചിക്ക് അവനോടുണ്ടായിരുന്ന പ്രണയം നീ അവനോട് പറയുകയും ചെയ്തു. അതുകൊണ്ട് തന്നെ കിച്ചു ചേച്ചി നീ കുഴിയല്ല കിണർ കുത്തി മൂടിയാലും ആദിയോടുള്ള കിച്ചുവിന്റെ പ്രണയം അവൻ ഏതുവിധവും പുറത്തു കൊണ്ടുവന്നിരിക്കും. ഒപ്പം ചേച്ചിയെ സ്വന്തമാക്കുകയും ചെയ്യും. അതിനിനി അധിക സമയമൊന്നും വേണ്ട. അവൻ ഈ കാര്യത്തിൽ എന്നേക്കാൾ മിടുക്കനാ. അവൻ ഒന്നായാൽ പിന്നെ നമുക്കിടയിലും തടസ്സമൊന്നുമില്ലല്ലോ. അതുകൊണ്ട് അബി അവളുടെ അടുത്തേക്ക് ഒന്നുകൂടി ചേർന്ന് നിന്ന് അവളുടെ കവളിൽ ചുംബിച്ചു. പ്രതീക്ഷിക്കാതെ കിട്ടിയതിൽ കണ്ണും വീഴ്ച് വായും പൊളിച്ചു നിന്ന പൊന്നുവിന്റെ ചെവിയോരം ചെന്ന് അബി പറഞ്ഞു, അതുകൊണ്ട് എന്റെ മോള് നമ്മുടെ കല്യാണത്തെ പറ്റിയും നമ്മുടെ ഹണിമൂണിനെ പറ്റിയും ഒക്കെ സ്വപ്നം കണ്ടോളൂ. അത്രയും പറഞ്ഞ് ഇരു കണ്ണും മിറുക്കി കാണിച്ച് അബി തിരിഞ്ഞു നടന്നു. പൊന്നുവിന്റെ ചുണ്ടിലും ആ സമയം പ്രണയാദ്രമായ ഒരു പുഞ്ചിരിയുണ്ടായിരുന്നു. കിച്ചുവിനും ആദിക്കും ഇടയിൽ
കൂടുതൽ പ്രശ്നങ്ങൾ ഒന്നുമില്ലാതെ ദിവസങ്ങൾ കടന്നുപോയി. ചെറിയ ചെറിയ കുസൃതികൾ കാണിച്ച് ആദി കിച്ചുവിനോട് അടുക്കാൻ ശ്രമിക്കുമ്പോൾ തന്റെ മനസ്സ് അവനിലേക്ക് ചായുന്നത് മനസ്സിലാക്കിയ കിച്ചു ശാസനയോടെ തന്റെ മനസ്സിന് കടിഞ്ഞാണിട്ടും വെറുപ്പിന്റെ മുഖംമൂടി അണിഞ്ഞും നടക്കും. ആദി കിച്ചുവിന്റെ മനസ്സിലെ തന്നോടുള്ള പ്രണയം പുറത്തു വരുത്തിക്കുവാനായി പറ്റിയ സമയത്തിനും സന്ദർഭത്തിനുമായി കാത്തിരുന്നു. അതിനിടയിലും ഒളിവിൽ കഴിയുന്ന രാഘവനെ കയ്യിൽ കിട്ടാത്തത് ആദിയുടെ മനസ്സിനെ അസ്വസ്ഥമാക്കി. അങ്ങനെയിരിക്കെ ക്ലാസും ലാബും പിന്നെ റെക്കോർഡ് സബ്മിഷനും എല്ലാം കഴിഞ്ഞ് മീനുവും കിച്ചുവും കോളേജിൽ നിന്ന് ഇറങ്ങാനായി ഒരുപാട് വൈകിയിരുന്നു. കിച്ചു, നേരം ഒരുപാട് വൈകിയല്ലോ, ഇനി എന്താ ചെയ്യാ? എന്നെ കൊണ്ടുപോകാൻ ഡാഡി വരും. നീ ഞങ്ങൾ കൂടെ വന്നോളൂ. നിന്നെ വീട്ടിലാക്കിയിട്ട് ഞങ്ങൾ പോയിക്കോളാം. ഏയ്, അതൊന്നും വേണ്ടടി, ഞാൻ ബസ്സിൽ പോയിക്കോളാം. പറഞ്ഞു കഴിഞ്ഞതും ആദിയുടെ കാർ അവിടെ മുന്നിൽ വന്നു നിന്നു. ഇറങ്ങാൻ എന്താ ഇത്ര ലേറ്റ് ആയത്? കാറിന്റെ ഗ്ലാസ് താഴ്ത്തി ആദി കിച്ചുവിനെ നോക്കി ചോദിച്ചെങ്കിലും മറുപടി പറഞ്ഞത് മീനു ആയിരുന്നു. റെക്കോർഡ് സബ്മിറ്റ് ചെയ്യാൻ ഉണ്ടായിരുന്നു സർ, അതാ. തന്നെ കൊണ്ടുപോകാൻ ആരെങ്കിലും വരുമോ? എൻ്റെ ഡാഡി ഇപ്പൊ വരും. കിച്ചു, നീ കയറു. മീനാക്ഷി പോയി കഴിഞ്ഞ് നമുക്ക് ഒരുമിച്ച് പോകാം. ആദി വിളിച്ചിട്ടും കിച്ചു കേൾക്കാത്ത പോലെ നിന്നു. കിച്ചു പറഞ്ഞ് മീനുവിന് ആദിക്കും കിച്ചുവിനും ഇടയിൽ നടന്നതും ഇപ്പോൾ അവന്റെ വീട്ടിലാണ് അവൾ നിൽക്കുന്നതും എന്നെല്ലാം അറിയാമായിരുന്നു. മീനു കിച്ചുവിന്റെ കയ്യിൽ തട്ടിക്കൊണ്ട് പറഞ്ഞു, ഡി, നീ എന്താ ഇങ്ങനെ നിൽക്കുന്നേ? നിന്നെതാ സാർ വിളിക്കുന്നു, ചെന്ന് വണ്ടി കയറ്. അവളെ ഒന്ന് രൂക്ഷമായി നോക്കിക്കൊണ്ട് കിച്ചു ആദിയോടായി പറഞ്ഞു. താങ്ക് യു സർ, പക്ഷേ എനിക്ക് ലിഫ്റ്റ് വേണ്ട, ഞാൻ ബസ്സിൽ പോയിക്കോളാം. അവളുടെ മറുപടി കേട്ട് ആദിക്ക് ശരിക്കും ദേഷ്യം വന്നു. കിച്ചു, നീ വാശി പിടിക്കാതെ വന്ന് കയറാൻ നോക്ക്. നേരെ മിട്ടി, ഇനി ബസ്സിലൊന്നും വരാൻ നിൽക്കണ്ട. അവൻ പറയുന്നത് കാര്യമാണെന്ന് അറിയാം, എങ്കിലും അവനിൽ നിന്ന് അകൽച്ച പാലിച്ചില്ലെങ്കിൽ, അവനോട് വെറുപ്പ് കാണിച്ചില്ലെങ്കിൽ തന്റെ മനസ്സ് കൈവിട്ടു പോകും എന്ന് കിച്ചുവിന് നല്ല ബോധ്യമുള്ളതിനാൽ അവൾ ആദ്യം ശ്രദ്ധിക്കാതെ ബസ് സ്റ്റോപ്പിലേക്ക് നടന്നു. മീനുവിനെ അവളുടെ ഡാഡിക്കൊപ്പം വിട്ട് ബസ് സ്റ്റോപ്പിൽ എത്തുമ്പോഴേക്കും കിച്ചു ബസ് കയറി പോയിരുന്നു. വല്ലാത്ത ദേഷ്യം വന്നെങ്കിലും കടിച്ചു പിടിച്ച് ആദ്യ വീട്ടിലേക്ക് പോയി. വീട്ടിലേക്കുള്ള സ്റ്റോപ്പിൽ ഇറങ്ങിയപ്പോഴേക്കും നന്നായി ഇരുട്ടിയിരുന്നു. ഉള്ളിലെ ധൈര്യം ചോർന്നു തുടങ്ങിയപ്പോൾ അവൾ ഹരിയെ വിളിക്കുവാനായി ഫോൺ എടുത്തു. അപ്പോഴാണ് ചാർജ് തീർന്ന് അത് ഓഫായ വിവരം കിച്ചു അറിയുന്നത്. ആദിക്കൊപ്പം പോകാതിരുന്ന നിമിഷത്തെ മനസ്സാ ശപിച്ചുകൊണ്ട് അവൾ വീട്ടിലേക്ക് നടന്നു. കുറച്ചു നടന്നപ്പോഴേക്കും വഴിവിളക്കുകൾ പോലും ഇല്ലാത്ത ഇടറോഡിലെത്തിയിരുന്നു. പേടികൂടി കാൽമുട്ടുകൾ കൂട്ടിയിടിച്ച് വേഗത്തിൽ പോലും നടക്കാൻ പറ്റാത്ത അവസ്ഥയിലായിരുന്നു കിച്ചു. പെട്ടെന്നാണ് കുറച്ചകലെ റോഡിലെ സൈഡിൽ ഒതുക്കിയിട്ടിരിക്കുന്ന വണ്ടികളിൽ ഇരുന്ന് മദ്യപിക്കുന്ന 3 പേരെ അവളെ കണ്ടത്. അവരും അവളെ കണ്ടിരുന്നു. ഓടിക്കേറാൻ ഒരു വീട് പോലും കാണാത്തത് കിച്ചുവിനെ കരച്ചിലിന്റെ വക്കിൽ എത്തിച്ചിരുന്നു. നോക്കടാ, ഒരു കിളി, ഒരുത്തൻ വിളിച്ചു പറഞ്ഞതും എല്ലാവരും എണീറ്റ് കിച്ചുവിനടുത്തേക്ക് വന്നു. പേടിച്ച് വിറച്ച് കിച്ചു പിന്തിരിഞ്ഞ് ഓടാൻ നോക്കിയതും അതിലൊരുവൻ അവളെ കയ്യിൽ കടന്നു പിടിച്ചു. അങ്ങനെ അങ്ങ് പോയാലോ? എന്തായാലും ഇവിടെ വരെ വന്നതല്ലേ, നമുക്ക് കുറച്ചു നേരം സംസാരിച്ചിരിക്കാം. അത് കഴിഞ്ഞ് നിന്നെ ഞങ്ങൾ തന്നെ കൊണ്ടുവിടാം. തന്റെ കയ്യിൽ പിടിച്ചിരിക്കുന്നവനെ കയ്യിൽ ആഞ്ഞു കടിച്ചു കിച്ചു. വേദന കൊണ്ട് കൈ വിട്ടതും ഓടാൻ ശ്രമിച്ച കിച്ചുവിനെ ഒരുത്ത റോഡിലേക്ക് തള്ളിയിട്ടു. താഴെ വീണ കിച്ചുവിന്റെ ഡ്രസ്സിന്റെ മേൽവശം വലിച്ചു കീറി അവളുടെ മേത്തേക്ക് ഒരുവൻ ചാഞ്ഞു. തന്റെ ജീവിതം നശിക്കുവാൻ പോകുന്നു എന്ന് കിച്ചു വേദനയോടെ തിരിച്ചറിഞ്ഞു. അവളുടെ കൈകളും കാലുകളും 2 പേർ കൂട്ടിപ്പിടിച്ചു. എതിർക്കാൻ പോലും ആകാതെ അവൾ ഉറക്കെ കരഞ്ഞുകൊണ്ട് തന്റെ കണ്ണുകൾ ഇറുക്കെ അടച്ചു. അവളുടെ മനസ്സിൽ അപ്പോൾ നിറഞ്ഞു നിന്നിരുന്ന മുഖം ആദിയുടേതായിരുന്നു. അവളുടെ ചുണ്ടുകൾ അറിയാതെ മുഴിഞ്ഞു. ആദി,